ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കുട്ടി വാശി പിടിച്ചിട്ടൊക്കെ. അപ്പോൾ ഒരു 4-4:30 ആ സമയത്തൊക്കെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏട്ടനതാ ചൂട് കാരണം ഭയങ്കര ചൂടാണ് ഞങ്ങളുടെ ഇവിടെ പാലക്കാട് കേട്ടോ. അപ്പോൾ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കാൻ മുറ്റത്ത് കൂടെ കേട്ടോ. വലിയമ്മായി ഏതാ കിടക്കാനൊന്നും പറ്റുന്നില്ല പറഞ്ഞിട്ടൊക്കെ എണീറ്റ് വന്നിരിക്കുകയാണ്. ചെറിയമ്മായി ഏതാ അവിടെ വറകൊക്കെ വെട്ടിയിട്ടുണ്ടാക്കണുണ്ട് കേട്ടോ കുറച്ച്. അപ്പം അങ്ങനെ ഇതാ കുറച്ചു നേരം അതൊക്കെ വറകൊക്കെ വെട്ടൽ കഴിഞ്ഞ് പിന്നെ ധോനി ബേബിനെ ചെറിയമ്മായി എടുത്തുകൊണ്ട് നടന്നു കേട്ടോ മുറ്റത്ത് കൂടെയൊക്കെ. ഏട്ടൻ പിന്നെ അങ്ങനെ പോവുകയും ചെയ്തു. പിന്നെ ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു അലക്കിയിട്ടത്, അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഞാനും ഒക്കെ മടക്കി വെച്ചു അലമാരയിൽ കേട്ടോ. ആ സമയം കൊണ്ട് ഇതാ വലിയമ്മായി ഇതാ ഇനി കുളിക്കണം അലക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അലക്കുകയാണ് കേട്ടോ. വലിയമ്മായിയാണ് ആ പുതിയ വീടിൻ്റെ കയറ്റിയിട്ടിരിക്കുകയാണ്. ആ വീട് ഇതുവരെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം നല്ല അലക്കലാണ്. അപ്പോൾ അവിടെ കുറച്ച് പൈപ്പ് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ അലക്കി എടുക്കട്ടെ കുട്ടിയെ. വെള്ളവും ഇല്ല ഇന്നിപ്പോൾ, ജപ്പാൻ വെള്ളമൊന്നും വന്നിട്ടില്ല. അപ്പം ഇന്ന് മോട്ടർ അടിക്കണം. കുളിക്കാനൊക്കെ മോട്ടർ അടിച്ചിട്ട് വേണം ഇനി. അപ്പം ഇനി മോട്ടർ ഇടാൻ ടാങ്കൊന്നും വെക്കാത്തതുകൊണ്ടൊക്കെ മോട്ടർ അടിക്കുമ്പോൾ ഒരാൾ പിടിക്കാനും വെള്ളം കൊണ്ടുപോയി ഒഴിക്കാനും അതിനൊക്കെ ആൾ വേണം. അപ്പം രണ്ടാളില്ലാതെ മോട്ടർ അടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ പിടിക്കണം. ഇനി സന്ധ്യാസമയത്തുള്ളൂ, ഇനി രാത്രിയൊക്കെ ആയിട്ടുള്ളൂ കുളിക്കാൻ. അപ്പോൾ ഇനി സന്ധ്യ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇനി അമ്മയുടെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടു. അമ്മയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ നിറച്ചു കൊടുത്തു, കിണറ്റത്തെ വെള്ളം തന്നെ. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ ഞാൻ വേഗം കുളിച്ചിട്ട് പറ്റ കുട്ടി എന്നാൽ വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് അമ്മ വയ്ക്കണോടത്തോളൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഡോക്ടറും പറഞ്ഞു വെറുതെ അങ്ങനെ ഇരിക്കേണ്ട, അങ്ങനെ മരുന്നുകളൊക്കെ കഴിക്കണതല്ലേ. ചടഞ്ഞുകൂടി ഇരിക്കുമ്പോഴും ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും വയ്ക്കുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ വയ്ക്കുന്നത് പോലെയൊക്കെ വലിയ ഏട്ടനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഭക്ഷണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ അമ്മ ഏട്ടൻ്റെ പാത്രങ്ങൾ കഴുകി വയ്ക്കുക, ഭക്ഷണം കൊണ്ടുപോയ പാത്രങ്ങൾ കഴുകുക, അങ്ങനെ ചോറ് വിളമ്പി കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അല്ലാതെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് പാത്രം കഴുകുക, അത് ചെയ്യുക, വിറക് വെട്ടുക, അതിനൊന്നും അമ്മയ്ക്ക് സഹായിക്കില്ല. പിന്നെ വിളക്ക് കൊളുത്തി കാട്ടും. എന്നാലും ഞാൻ ശ്രദ്ധിക്കാൻ പറയും. കാരണം അങ്ങനെ കൈ കൊണ്ടൊന്നും ഇങ്ങനെ പിടിക്കാൻ വയ്യാത്തതായതുകൊണ്ടേ. പിന്നെ ഏട്ടനും പറയുന്ന വയ്ക്കുന്ന പോലെയൊക്കെ ചെയ്യട്ടെ, ഇങ്ങനെ ഇരിക്കുമ്പോഴും മുഷ്പുകടല്ലേ. അപ്പം എന്നാൽ ശരി പറഞ്ഞിട്ട് അമ്മേനെ ഏട്ടാ അധികം വിളക്ക് കൊളുത്തി കാട്ടുകയൊക്കെ ചെയ്യാം. ഞാൻ പറ്റുമ്പോൾ ഞാൻ കാട്ടും, അല്ലെങ്കിൽ വലിയമ്മായി നേരത്തെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വലിയമ്മായി കാട്ടും കേട്ടോ. അപ്പം അങ്ങനെ നല്ല ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാലും പോരാട്ടോ, നല്ല ചൂടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കൊന്നും ഉറങ്ങണേ ഇല്ല കേട്ടോ. ധോനി ബേബി ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ ചൂട് കാരണം ഇങ്ങനെ പിച്ചും പയ്യൊക്കെ പറഞ്ഞ പോലെ മുരള് ആ മൂള് അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അവൾ കുറേ നേരമായി ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. സന്ധ്യ സമയത്ത് ഇങ്ങനെ വെയിലൊക്കെ ആറി ഇങ്ങനെ സന്ധ്യ വളക്കുളത്തിലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വെയിലിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. വലിയമായി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, തൊഴുതു. പിന്നെ അതാ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുക കേട്ടോ. പകുതി ചായയൊക്കെ കുടിക്കുള്ളൂ. പിന്നെ അമ്മായിക്ക് നിർബന്ധമാണ് വൈകുന്നേരം പിന്നെ എന്താ പറയുക, കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ചായ കുടി കഴിഞ്ഞ് ഒരു TV കാണലൊക്കെ നിർബന്ധം. അമ്മായിക്കായിട്ടുണ്ട് കേട്ടോ ഒരു സീരിയലുണ്ട്, ഒരു ദേവിയുടെ സീരിയൽ, അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കണം ഇനി. അപ്പോൾ അമ്മായി ചായ കുടിക്കൽ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പത്തിന് ഞാനെന്നാൽ കുട്ടിക്ക് വെള്ളം തിളപ്പിച്ച് ആറി വെക്കട്ടെ, നല്ല ചൂടാറുള്ളൂ അവൾക്ക് കഴിക്കാൻ കൊടുക്കാനേ. അപ്പോൾ അതിന് ശേഷം അവൾക്ക് കോറ വരകണം. പാലൊക്കെ ഉണ്ട്, ഞാൻ എല്ലാം പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാറ്. എന്നാലും ചിലർ പറയും ഇങ്ങനെ കോറ കൊടുക്കാണ്ട ചൂടല്ലേ, അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കാൻ. അപ്പം ഇനി 2-3 ഇടത്തും കൂടി ഇങ്ങനെ ചോറ് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇനി അതൊന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുള്ളൂ ഇനി അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചോറെന്നൊക്കെ അരച്ച് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അവൾക്കുള്ള കുറുക്കുണ്ടാക്കുകയാണ് കേട്ടോ. കാരണം ഇനി അവൾ ഉറക്കം പിടിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങും അവൾ നേരത്തെ, ആ ഒരു ക്ഷീണം കാരണമൊക്കെ. കാരണം വൈകുന്നേരം വരെ ഉറങ്ങേയില്ലേ കുട്ടി ചൂട് കാരണേ. അപ്പം എന്നാൽ അവൾ ഉറങ്ങുമ്പോഴത്തേനും ഉണ്ടാക്കി വെക്കും. പക്ഷെ അവൾ കഴിക്കില്ല കേട്ടോ. ചിലപ്പോൾ ഉറക്കം വന്നിട്ട് ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ വാശി പിടിക്കും. അപ്പം ഇനി ഉറങ്ങിയാലും കുറച്ച് വൈകിയാലും എണീച്ചാൽ അവൾ കഴിക്കും കേട്ടോ. വാശി പിടിക്കൊന്നുമില്ല. ചിലപ്പോൾ ഇനി 8-9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേ എണീച്ചതെങ്കിലും രാത്രി മേലൊക്കെ കുളിച്ചിട്ടാണ് കിടത്തുള്ളൂ പിന്നെ. അപ്പോൾ അവൾക്ക് ആ സമയത്താണെങ്കിലും കൊടുത്താൽ കഴിക്കും. എന്നിട്ട് പിന്നെ ആ സമയത്ത് കൊടുത്ത് അവളെ കിടത്തി ഉറക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അവൾക്ക് കുറുക്കുണ്ടാക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കനാലിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിനി എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ ഫുള്ള്, കനാലിൻ്റെ വീഡിയോ ഒക്കെ ഫുള്ള് ഇടാം കേട്ടോ. കാരണം അവിടെ നല്ല രസമാണ്. 4 സൈഡൊക്കെ തോടും കനാലും വെള്ളമൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രാജേഷേൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ ഒന്നും കാണാത്തത്. അപ്പോൾ അത് അമ്മായിക്ക് ഞാൻ TV ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ വിളക്ക് എടുത്താനായി 7 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ അമ്മ പോയിട്ട്
കെടുത്താണ്, വിളക്ക് കെടുത്തണം പറഞ്ഞിട്ടേ വിളക്ക് കെടുത്താണ്. അപ്പം ഞാൻ അവർക്ക് ചാനലൊക്കെ വന്നിട്ടുള്ളൂ, ഒന്ന് ചാനലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മായി പറഞ്ഞു കുട്ടി ഒരു ദേവിയുടെ സീരിയലുണ്ട് അത് വെച്ചിട്ട് പോവുകൊണ്ട് കിട്ടോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ആ അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള കാവിൽ പായസമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇതാ ധോനി ബേബി എന്നോടൊക്കെ കുറച്ചു നേരം കളിച്ചു. പിന്നെ ആ സമയത്ത് 9:30 ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാശേട്ട അപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ദൂരം ഓട്ടം പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഏട്ടൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ തന്നെ പൂച്ചയും പട്ടികളൊക്കെ ഓടി വരും. 2 പട്ടിക്കുട്ടികളും ഉണ്ട് തൊട്ടടുത്ത്. എവിടെ ഉള്ളതാട്ടോ, ഞങ്ങളുടെ വീട്ടിൽ വളർത്തണമൊന്നുമല്ല. പൂച്ച നമ്മുടെ വീട്ടിലുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടിയും 2 സിപ്പപ്പൊക്കെ കൊണ്ടുവന്നു കേട്ടോ. തണുപ്പൊക്കെ അല്ലേ, അല്ലെ സോറി ചൂടൊക്കെ അല്ലേ. അപ്പോൾ ചൂട് കാരണം എന്നാൽ 2 സിപ്പപ്പ് കൊണ്ടുവന്നതാട്ടോ. അപ്പോഴത്തേന് അതിന് ആരൊക്കെ വന്നിരിക്കണേ, 2 പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടിയും എല്ലാവരും കൂടി വന്നു. അപ്പോൾ കുട്ടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി കൊടുക്കാനില്ലേ, ആകെ 2 എണ്ണം ഉള്ളൂ കേട്ടോ. ഒരെണ്ണം ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. രാത്രി കുളിച്ചു കേട്ടോ, നല്ല ചൂടല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് മോട്ടറൊക്കെ അടിച്ച് കുളിച്ച് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നപ്പോഴത്തേന് കുട്ടീനെയും കുളിപ്പിച്ച് അവളെയൊക്കെ കുളിപ്പിച്ച് കിടത്തിയപ്പോഴത്തേന് ഒരുപാട് സമയം 11:30 ഒക്കെ. ഇപ്പോൾ അടുത്ത വീട്